പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പുരാവസ്തുക്കടത്ത് 1000 കോടിയുടെ പദ്ധതിയായിരുന്നുവെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SITക്ക് മൊഴി നൽകിയിരിക്കുന്നു വ്യവസായി. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഡി മണി ഉന്നതന് 500 കോടിയോളം രൂപ കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2020 പണക്കൈമാറ്റം നടന്നത്. ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രവും പ്രധാന ലക്ഷ്യമായിരുന്നുവെന്നും വ്യവസായിയുടെ മൊഴിയിലുണ്ട്. രാജ്യാന്തര പുരാവസ്തുക്കടത്ത് സംഘവുമായി ബന്ധമുള്ളയാളാണ് ഡി മണി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1000 കോടിയുടെ പുരാവസ്തുക്കടത്തിനാണ് ഈ മാഫിയ സംഘം, ഈ കടത്ത് സംഘം ലക്ഷ്യമിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും പിന്നൊരു ഉന്നതനും ചേർന്ന് ആ ഉന്നതന് 500 കോടി രൂപ കൈമാറി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ശബരിമലയിലെ പ്രധാനപ്പെട്ട പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം, ശബരിമലയിലെ പ്രധാനപ്പെട്ട പുരാവസ്തുക്കളടക്കം കടത്തിക്കൊണ്ടുപോകുന്നതിന് ഈ കള്ളക്കടത്തു സംഘത്തിന് ഒരു ഉന്നതൻ കൂട്ടുനിന്നിരുന്നു. അയാൾ ആരാണ്? അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടയാളല്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്ന ബാലമുരുകൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അണ്ണാഡിഎംക എന്ന പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. കഥകൾ മാറുകയാണല്ലോ ഹരി. തീർച്ചയായിട്ടും അരുൺ, ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയിൽ നടത്തിയിട്ടുള്ള ചില പ്രാഥമിക കണ്ടെത്തലുകളുണ്ട്. ആ പ്രാഥമിക കണ്ടെത്തലുകളൊക്കെ തന്നെ ശരിയാണ് എന്നുള്ളതാണ് SIT പറയുന്നത്. അതായത് ഇയാൾ കൈമാറിയിട്ടുള്ള തെളിവുകൾ വലിയധികമൊന്നും ഇല്ല എന്ന് SIT പറയുന്നു. പക്ഷേ അതേസമയം തന്നെ ഇയാൾ കൈമാറിയിട്ടുള്ള ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് SIT നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഡി മണി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് വ്യവസായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കഴമ്പുണ്ട്. ഇയാൾക്ക് രാജ്യാന്തര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ഏറെക്കാലമായി നിരന്തര ബന്ധമുണ്ടായിരുന്നു. ഈ സമീപകാലത്ത് മാത്രമാണ് ഇയാൾ അത്തരത്തിലൊരു ബന്ധത്തിൽ നിന്ന് മാറി നിന്നത്. ഇയാൾ കച്ചവടമൊക്കെയായി ചെന്നൈയിലും ഡിണ്ടിഗലിലും ഒക്കെ തന്നെ മറ്റു പല ബിസിനസ്സുകളുമായി ഇയാൾ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന 2019-20 കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇയാൾക്ക് കൃത്യമായ ആ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ പേരിലാണ് ഇയാൾക്ക് കേരളത്തിലേക്കും കടന്നു വരാനുള്ള അവസരമുണ്ടായത്. കേരളത്തിൽ ഇയാളുടെ ഇടനിലക്കാരനായി നിന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇയാളെ ബന്ധിപ്പിച്ചത് ഒരു ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വിരുദനഗർ സ്വദേശിയാണ്. ഇവർ തമ്മിലാണ് ആദ്യം കണക്ഷൻ ഉണ്ടായിരുന്നത്. അതായത് പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധപ്പെടുന്നു. അവിടെ നിന്ന് ഡി മണിയിലേക്ക് എത്തുന്നു. ഡി മണിയിൽ നിന്ന് നേരെ ഉന്നതനിലേക്ക് എത്തുന്നു. അതായത് തമിഴ്നാട്ടിലെ ഡി മണി എന്ന് പറയുന്ന ഉന്നതനും കേരളത്തിലെ ഇതുവരെ നമുക്ക് പേര് ലഭിക്കാത്ത ഉന്നതനും അവർ തമ്മിൽ ബന്ധമുണ്ടാവുകയാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പുറത്തെ ശ്രീകൃഷ്ണനുമാണ് ഇടനിലക്കാർ എന്നുള്ളതാണ് SIT പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ആ പദ്ധതിക്ക്, അതായത് പുരാവസ്തു തട്ടിപ്പിന് വലിയ രീതിയിലുള്ള ഒരു പദ്ധതി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ ആ പദ്ധതി എന്ന് പറയുന്നത് ഒരു 1000 കോടി രൂപയുടെയെങ്കിലും പദ്ധതിയാണ് എന്നുള്ളതാണ് പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴി. അതായത് പ്രവാസി വ്യവസായിയോട് ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയ ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞ വിവരമാണ് പ്രവാസി വ്യവസായിക്ക് ഈ 1000 കോടി രൂപയുടെ പദ്ധതി എന്നുള്ളത്. ഇതിൽ 500 കോടി രൂപയോളം പലതവണയായി കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് ഏറെക്കുറെയൊക്കെ കഴമ്പുണ്ട് എന്നുള്ളത് SITക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് തെളിവ് ലഭിക്കണം. ഡി മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇന്ന് ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിൽ കൂടി നിർണായക വിവരങ്ങൾ ലഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. അരുൺ. ഓക്കെ ഹരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ SITയുടെ മൊഴിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് കേരളത്തിന് പുറത്തുള്ള ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കടത്തു സംഘമാണ് ഇതിനു പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണി എന്ന ബാലമുരുകൻ, ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനും ശ്രീകൃഷ്ണൻ ഇടനിലക്കാരനും ചേർന്ന് കേരളത്തിൽ ശബരിമലയിൽ സ്വാധീനമുള്ള ഒരു ഉന്നതനെ സ്വാധീനിച്ചു എന്നാണ് വിവരം ഇപ്പോൾ വരുന്നത്. അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളയാളല്ല ഈ ഉന്നതൻ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ആളാരാണ് എന്നുള്ളത് നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡി മണിക്ക് ഉള്ള ബന്ധം കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ടല്ല, പകരം തമിഴ്നാട്ടിലെ ADMKയുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇതെല്ലാം വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT ബാലമുരുകനിൽ നിന്ന് ശേഖരിച്ച മൊഴിയാണ്. 1000 കോടിയുടെ തട്ടിപ്പിനാണ് ഈ സംഘം ശ്രമിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു സംഘം ശബരിമലയിലെത്തി ശബരിമലയിലെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും പുരാവസ്തുക്കളടക്കം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി അതിനുള്ള പദ്ധതിയിട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നിർണായകമാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരും.